നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. പ്രതിശീർഷ വരുമാനത്തിൽ 7ാം സ്ഥാനം. നുണപ്രചരണങ്ങളെ തകർത്ത് കേരളത്തിന്റെ സാമ്പത്തിക കുതിപ്പ്. വിജ്ഞാനാധിഷ്ഠിത വികസനത്തിന്റെ നവകേരളത്തിലേക്കുള്ള ചുവടുവെപ്പുകളുമായി നാം പുതിയൊരു വർഷത്തിലേക്ക് കൂടി പ്രവേശിക്കുകയാണ്. സമൃദ്ധിയുടെയും സമാധാനത്തിന്റെയും വികസനത്തിന്റെയും പുതിയ വെളിച്ചം വീശുന്ന കാലമാണിത്. കഴിഞ്ഞ ഒരു ദശാബ്ദകാലമായി കേരളം സാക്ഷ്യം വഹിക്കുന്നത് വലിയ മാറ്റങ്ങൾക്കാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ നേതൃത്വത്തിൽ വികസനത്തിന്റെയും സാമൂഹ്യ സുരക്ഷ ഉൾപ്പെടെയുള്ള എല്ലാ രംഗത്തും ലോകശ്രദ്ധ ആകർഷിക്കുന്ന കേരള മാതൃക നാം സൃഷ്ടിച്ചു. ഇത് കേവലം ഭരണപരമായ ഇടപെടൽ മാത്രമല്ല, മറിച്ച് മതനിരപേക്ഷതയിലും സമഭാവനയിലും ജനാധിപത്യത്തിലും അധിഷ്ഠിതമായ ഒരു സാമൂഹിക മുന്നേറ്റം കൂടിയാണ്. ജനങ്ങളുടെ ജീവിതഭാരം ലഘൂകരിക്കുക എന്നത് ഈ സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. ഇതിന്റെ ഭാഗമായാണ് സാമൂഹിക സുരക്ഷാ രംഗത്ത് ഗൗരവമേറിയ ഇടപെടലുകൾ സർക്കാർ നടത്തിവരുന്നത്. സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ 2000 രൂപയായി വർദ്ധിച്ചത് പാവപ്പെട്ടവനോടുള്ള ഈ സർക്കാരിന്റെ കരുതലിന്റെ തെളിവാണ്. 64 ലക്ഷത്തോളം പേർക്കാണ് ഇന്ന് കൃത്യമായി പെൻഷൻ എത്തിക്കുന്നത്. ഇതിനു പുറമെ മറ്റു വരുമാന മാർഗങ്ങളില്ലാത്ത വീട്ടമ്മമാർക്ക് പെൻഷൻ ഉറപ്പിക്കുവാനുള്ള വിപ്ലവകരമായ തീരുമാനം സ്ത്രീ ശാക്തീകരണ രംഗത്തെ സുപ്രധാന നാഴികക്കല്ലാണ്. നാടിന്റെ ആരോഗ്യ ശുചിത്വ പ്രവർത്തനങ്ങളിൽ രാപ്പകൽ പണിയെടുക്കുന്ന ആശാ വർക്കർമാർ അടക്കമുള്ള സ്കീം വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിച്ചത് അവരുടെ അധ്വാനത്തിന് നൽകുന്ന അംഗീകാരമാണ്. വിവിധ മത്സര പരീക്ഷകൾക്കോ നൈപുണ്യ പരിശീലനത്തിനോ പങ്കെടുക്കുന്ന യുവാക്കൾക്കായി കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പുകൾ പ്രഖ്യാപിച്ചതും വിദ്യാഭ്യാസ മേഖലയിലെ പൊതുനിക്ഷേപം വർദ്ധിപ്പിച്ചതും നവകേരളത്തിന്റെ അടിത്തറ ഭദ്രമാക്കുവാനാണ്. ഒരു വശത്ത് കേന്ദ്ര സർക്കാർ ജനക്ഷേമ പദ്ധതികളിൽ നിന്നും പിന്മാറുമ്പോൾ മറുവശത്ത് സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന ഈ ജനപക്ഷ ബദലാണ് കേരളത്തെ വ്യത്യസ്തമാക്കുന്നത്. അതും വികസനത്തിൽ മുന്നേറ്റം സൃഷ്ടിച്ചുകൊണ്ട് തന്നെ. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകത്തിന് തന്നെ അത്ഭുതമാണ്. ആർദ്രം മിഷനിലൂടെ നമ്മുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. ഏറ്റവും ആധുനികമായിട്ടുള്ള ചികിത്സാ സൗകര്യങ്ങൾ സാധാരണക്കാരന് സൗജന്യമായി സർക്കാർ ആശുപത്രികളിൽ ലഭ്യമാക്കി. ശിശു മരണനിരക്ക് കുറയ്ക്കുന്നതിലും ശരാശരി ആയുർദൈർഘ്യം ഉയർത്തുന്നതിലും വികസിത രാഷ്ട്രങ്ങളോട് കിടപിടിക്കുന്ന നേട്ടമാണ് നാം സ്വന്തമാക്കിയിട്ടുള്ളത്. ഹൃദയം മാറ്റിവെക്കൽ പോലുള്ള ഏറ്റവും ആധുനികമായ ശസ്ത്രക്രിയകൾ പോലും നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ നടക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങൾ ഹൈടെക്കായി മാറി. പൊതുവിദ്യാലയങ്ങളിൽ നിന്നും കൊഴിഞ്ഞുപോയ കുട്ടികൾ തിരികെ എത്തുന്ന കാഴ്ചയാണ് നാം കണ്ടത്. ലോകോത്തര നിലവാരമുള്ള ലാബുകളും സ്മാർട്ട് ക്ലാസ് മുറികളും ഇന്ന് നമ്മുടെ സാധാരണക്കാരൻ്റെ മക്കൾക്ക് അന്യമല്ല. കേരളത്തെ ഒരു ആഗോള വൈജ്ഞാനിക സമൂഹമായി പരിവർത്തിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗൗരവമായിട്ടുള്ള ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തിവരുന്നത്. കാലഹരണപ്പെട്ട രീതികളെ പാടെ ഉപേക്ഷിച്ചുകൊണ്ട് 2024-25 അധ്യയന വർഷം മുതൽ നടപ്പിലാക്കിയ 4 വർഷ ബിരുദ കോഴ്സുകൾ വിദ്യാർത്ഥികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള പഠന സൗകര്യവും ഗവേഷണ അഭിരുചിയും വളർത്തുവാനായി സഹായിക്കും. കരിക്കുലം പരിഷ്കരണത്തിലൂടെ ഡിജിറ്റൽ സർവകലാശാല പോലുള്ള നൂതന സംവിധാനങ്ങളിലൂടെയും വൈജ്ഞാനിക ഉൽപ്പാദനത്തിനൊപ്പം തൊഴിൽ നൈപുണ്യവും ഉറപ്പാക്കുവാനാണ് ശ്രമിക്കുന്നത്. പഠനത്തോടൊപ്പം ഇന്റേൺഷിപ്പും പ്രായോഗിക പരിശീലനവും നൽകുന്നതിലൂടെ നമ്മുടെ യുവതയെ ലോകത്തെവിടെയും മത്സരിക്കുവാനായി പ്രാപ്തരാക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ഒരു കാലത്ത് തകർച്ചയുടെ വക്കിലായിരുന്ന KSRTCയെ ശാസ്ത്രീയമായ പരിഷ്കരണങ്ങളിലൂടെ ലാഭത്തിലേക്കും ജനപ്രീതികളിലേക്കും നയിക്കുവാനായി ഈ സർക്കാരിന് സാധിച്ചു. ഗതാഗത രംഗത്ത് ആധുനിക സാങ്കേതിക വിദ്യകൾ നടപ്പിലാക്കുകയും പുതിയ ഇലക്ട്രിക്കൽ ബസ്സുകൾ നിരത്തിലിറക്കിയും പരിസ്ഥിതി സൗഹൃദ ഗതാഗതത്തിന് നാം തുടക്കം കുറിച്ചു. സ്വിഫ്റ്റ് സർവീസുകൾ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കും. അഴിമതിരഹിതമായ ഭരണനിർവഹണവും കൃത്യമായിട്ടുള്ള ആസൂത്രണവും വഴി പൊതുഗതാഗത സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കുവാനും സാമ്പത്തികമായി സുസ്ഥിരമാക്കുവാനും നമുക്ക് സാധിച്ചു. കേരളം കൈവരിച്ച ഏറ്റവും വലിയ നേട്ടമാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്ന പദവി. സ്വന്തമായി ശബ്ദിക്കാൻ പോലും കഴിയാത്ത സമൂഹത്തിന്റെ അരികുകളിലേക്ക് തള്ളപ്പെട്ട കുടുംബങ്ങളെ കണ്ടെത്തി അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായി നമുക്ക് സാധിച്ചു. ഭക്ഷ്യസുരക്ഷ, ആരോഗ്യ സംരക്ഷണം, വരുമാന മാർഗങ്ങൾ എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് ദാരിദ്ര്യത്തിന്റെ വേരുകൾ തന്നെ അറുത്തുമാറ്റുന്ന ശാസ്ത്രീയമായ രീതിയാണ് കേരളം അവലംബിച്ചത്. പരമ്പരാഗത വ്യവസായങ്ങളെ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ വിജ്ഞാനാധിഷ്ഠിതമായ വ്യവസായങ്ങളുടെ ഹബ്ബായി കേരളം മാറുകയാണ്. നിക്ഷേപ സൗഹൃദ കേരളം എന്നത് കേവലം ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് പ്രായോഗികമായ യാഥാർത്ഥ്യമാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റാങ്കിങ്ങിൽ കേരളം കൈവരിച്ച മുന്നേറ്റം രാജ്യത്തിന് തന്നെ മാതൃകയാകുകയാണ്. നിക്ഷേപകർക്ക് മാത്രമല്ല, തൊഴിലാളികൾക്കും മികച്ച സുരക്ഷയും അന്തസ്സും ഉറപ്പാക്കുന്ന തൊഴിൽ സൗഹൃദ അന്തരീക്ഷമാണ് ഇവിടെയുള്ളത്. സൂക്ഷ്മ ചെറുകിട ഇടത്തരം മേഖലകളിൽ സംഭവിച്ചിട്ടുള്ള മാറ്റം നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കുകയും ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഈ വ്യവസായ കുതിപ്പിന് കരുത്തു പകരുന്നത് കേരളത്തിലെ മികച്ച സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റമാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച സ്റ്റാർട്ടപ്പ് കേന്ദ്രങ്ങളിൽ ഒന്നായി കേരളം ഇന്ന് മാറിയിരിക്കുന്നു. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ നേതൃത്വത്തിൽ 5000-ലധികം
സ്റ്റാർട്ടപ്പുകളാണ് ഇന്ന് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ടിൽ ഉൾപ്പെടെ കേരളം പരാമർശിക്കപ്പെട്ടു. മാത്രമല്ല നിരവധി അന്താരാഷ്ട്ര അംഗീകാരങ്ങൾ നമ്മുടെ സ്റ്റാർട്ടപ്പുകളെ തേടി എത്തിയിട്ടുമുണ്ട്. യുവാക്കൾ കേവലം തൊഴിലന്വേഷകർ എന്നതിൽ നിന്നും മാറി തൊഴിൽ ദാതാക്കളായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സ്റ്റാർട്ടപ്പുകൾക്ക് ആവശ്യമായ മൂലധന സഹായം, മെന്റർഷിപ്പ്, ഇൻക്യുബേഷൻ സൗകര്യം എന്നിവ സർക്കാർ ഉറപ്പാക്കുന്നു. നമ്മുടെ യുവാക്കളുടെ സർഗാത്മകമായ ആശയങ്ങൾക്ക് വിപണി കണ്ടെത്തുവാനും ആഗോളതലത്തിൽ തങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കുവാനും ഈ സാഹചര്യം വലിയ സഹായമാണ് നൽകുന്നത്. IT മേഖലയ്ക്കപ്പുറം കൃഷി, മത്സ്യബന്ധനം, ഡിജിറ്റൽ ഗവേണൻസ്, ആതുര സേവനം തുടങ്ങിയ മേഖലകളിലും സ്റ്റാർട്ടപ്പുകൾ വിപ്ലവം സൃഷ്ടിക്കുകയാണ്. കേരളത്തെ സാമ്പത്തികമായി തകർക്കുവാനായി കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഭരണഘടനാപരമായി ലഭിക്കേണ്ട സഹായങ്ങൾ വെട്ടിക്കുറച്ചും വായ്പാ പരിധിയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും സംസ്ഥാനത്തെ ശ്വാസം മുട്ടിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. എന്നിട്ടും കേരളം തകരാതെ പിടിച്ചു നിൽക്കുന്നു, തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നു. കേരളം കടക്കണിയിലാണെന്ന് പ്രചരിപ്പിച്ച് പുകമറ സൃഷ്ടിക്കുന്നവർക്കുള്ള മറുപടി നമ്മുടെ വളർച്ചാ കണക്കുകളാണ്. കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ 15 വർഷം കൊണ്ട് 3.5 മടങ്ങ് വളർന്നിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനം 2011-12 കാലഘട്ടങ്ങളിലെ 3.64 ലക്ഷം കോടി രൂപയിൽ നിന്നും 2024-25 കാലഘട്ടത്തിൽ 12.49 ലക്ഷം കോടി രൂപയായിട്ടാണ് വളർന്നിരിക്കുന്നത്. കേരളത്തിന്റെ കടം കുറയുകയാണെന്നും രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ കടത്തിന്റെ കണക്കുകളിൽ 15ാം സ്ഥാനത്ത് മാത്രമാണ് കേരളം എന്നുള്ള രേഖകളും കേന്ദ്ര സർക്കാർ തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടു. സംസ്ഥാനങ്ങളുടെ പ്രതിശീർഷ വരുമാനത്തിന്റെ കണക്കിൽ 11ാം സ്ഥാനത്ത് നിന്നും 7ാം സ്ഥാനത്തിലേക്ക് കേരളം ഉയർന്നത് സംബന്ധിച്ച് വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ഇതെല്ലാം തന്നെ മലയാളികൾക്ക് അഭിമാനം പകരുന്ന വാർത്തകളാണ്. കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെക്കുറിച്ചുള്ള നുണകൾ പ്രചരിപ്പിക്കുന്നവർക്ക് അസ്വസ്ഥതയുണ്ടാക്കുന്ന വാർത്തകളാണിവ. കേരളത്തെ അപകീർത്തിപ്പെടുത്തുവാനായി ശ്രമിക്കുന്നവർ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് നമ്മുടെ ഇടതുപക്ഷ ബദൽ നയങ്ങളെയാണ്. ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് എങ്ങനെ ഒരു നാടിനെ വളർത്താം എന്ന കേരളത്തിന്റെ മാതൃക തങ്ങളുടെ കോർപ്പറേറ്റ് പ്രീണന നയങ്ങൾക്ക് ഭീഷണിയാണെന്ന് തിരിച്ചറിയുന്നവരാണ് വികസനത്തിന് തുരങ്കം വയ്ക്കുന്നത്. എല്ലാവർക്കും വീട് എന്ന ലക്ഷ്യം ലൈഫ് മിഷനിലൂടെ നാം സാക്ഷാത്കരിക്കുകയാണ്. ഇതുവരെ 4.25 ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് അടച്ചുറപ്പുള്ള വീടുകൾ ലഭിച്ചു. കേന്ദ്ര വീതം കുറവായിരുന്നിട്ടും സംസ്ഥാന സർക്കാർ തന്നെ മുൻകൈയെടുത്ത് പാവപ്പെട്ടവന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കി. ഇങ്ങനെ ഇതിനെ അട്ടിമറിക്കുവാനായി പല ഏജൻസികളെയും ഉപയോഗിച്ച് ചിലർ ശ്രമിച്ചു. എങ്കിലും ജനകീയമായ പിന്തുണയോടുകൂടി നാം അതിനെയെല്ലാം തന്നെ അതിജീവിച്ചു. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ അതിജീവിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ 200 വീടുകളുടെ കോൺക്രീറ്റ് പൂർത്തിയായി. കൽപ്പറ്റ നഗരത്തിൽ ഒരുക്കുന്ന ടൗൺഷിപ്പിൽ മുഴുവൻ ഗുണഭോക്ത കുടുംബങ്ങൾക്കുമുള്ള വീടുകളുടെ കോൺക്രീറ്റ് ജനുവരി 15-ന് മുമ്പ് പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നതാണ് ഈ സർക്കാരിൻ്റെ മുഖമുദ്ര എന്ന് തെളിയിക്കുന്നതാണ് ഇവയൊക്കെ. കേരളത്തിന്റെ വികസന നേട്ടങ്ങളെ പോലെ തന്നെ പ്രധാനമാണ് ഇവിടുത്തെ സാമൂഹ്യ സുരക്ഷയും. ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ വർഗീയ വിദ്വേഷങ്ങളും വിഭാഗീയതയും വേരുപിടിക്കുമ്പോൾ മതനിരപേക്ഷതയുടെ കരുത്തറ്റ കോട്ടയായി കേരളം നിലകൊള്ളുന്നു. ഈ മതനിരപേക്ഷത ചിന്താഗതിയാണ് കേരളത്തിന്റെ വികസനത്തിന് ആധാരശിലയായി വർത്തിക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന, പരസ്പരം സ്നേഹിക്കുന്ന, സഹായം ചെയ്യുന്ന ഈ സംസ്കാരം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. വർഗീയത നാടിന്റെ ഐക്യത്തെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുവാൻ നമുക്ക് സാധിക്കണം. അധികാരത്തിനു വേണ്ടി വർഗീയ ശക്തികളുമായി സന്ധി ചെയ്യുന്ന അവസര രാഷ്ട്രീയത്തിനല്ല, മറിച്ച് എല്ലാ വിഭാഗത്തെ ജനങ്ങളെയും ചേർത്ത് പിടിക്കുന്ന ജനപക്ഷ ബദലിനാണ് ഈ കാലഘട്ടത്തിൽ പ്രസക്തി എന്നതാണ് ഈ സർക്കാരിൻ്റെയും നിലപാട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ വർഗീയ സംഘർഷങ്ങളോ ന്യൂനപക്ഷ വേട്ടയോ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം നിലനിൽക്കുന്നത്. ഇന്ന് നാം നേരിടുന്ന ചോദ്യം ലളിതമാണ്: വികസനവും സമാധാനവും തുടരണോ, അതോ വർഗീയതയും വികസന വിരുദ്ധതയും നാടിനെ തകർക്കണോ എന്നത്. നവകേരള നിർമ്മിതിക്ക് വേഗം കൂട്ടുവാനും മതനിരപേക്ഷ കേരളത്തെ കൂടുതൽ കരുത്തോടുകൂടി കാത്തുസൂക്ഷിക്കുവാനും ഇടതുപക്ഷ സർക്കാരിന്റെ ജനപക്ഷ ബദലുകൾ തുടരേണ്ടതുണ്ട്. നാളത്തെ കേരളം എങ്ങനെയായിരിക്കണം എന്നതിന് കൃത്യമായ ഒരു വികസന രൂപരേഖ സർക്കാരിനുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മിഷൻ 2031. വരും വർഷങ്ങളിൽ കേരളത്തിന്റെ ആഭ്യന്തര ഉൽപ്പാദനം ഇരട്ടിയാക്കുവാനും ഓരോ കുടുംബത്തിന്റെയും ജീവിത നിലവാരം വികസിത രാഷ്ട്രങ്ങളുടെ സമാനമാക്കുകയുമാണ് നാം ലക്ഷ്യമിടുന്നത്. കൃത്രിമ ബുദ്ധി, ഡാറ്റ സയൻസ് തുടങ്ങിയ നവീന സാങ്കേതിക വിദ്യകളിൽ കേരളത്തെ ആഗോള കേന്ദ്രമാക്കുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക, കാർഷിക വ്യവസായ മേഖലകളെ മൂല്യവർദ്ധിത ഉൽപ്പാദനങ്ങളുടെ വിപ്ലവം സൃഷ്ടിക്കുക എന്നിവയൊക്കെയാണ് വിഷൻ 2030 സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ ഹരിത സമ്പദ് വ്യവസ്ഥയെ കെട്ടിപ്പടുക്കുന്നതിനും ആധുനിക അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഇതിൽ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. ഭാവി തലമുറയുടെ ആഗ്രഹങ്ങൾക്കൊപ്പം സഞ്ചരിക്കുവാനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പൂർണ്ണമായും പ്രതിജ്ഞാബദ്ധരാണ്. കേരളത്തെ വെറുമൊരു ഉപഭോക്തൃ സംസ്ഥാനമായി നിലനിൽക്കാതെ ലോകത്തിന് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്ന ഒരു ഉൽപ്പാദന കേന്ദ്രമായി മാറ്റുവാനും നാം
മുന്നോട്ടിറങ്ങുകയാണ്. വികസനത്തിൻ്റെ ഗുണഫലങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളിലേക്കും തുല്യമായി എത്തിക്കും എന്ന് സർക്കാർ ഉറപ്പുവരുത്തും. നാടിൻ്റെ ഭാവി വികസനത്തിനുള്ള നിർദ്ദേശങ്ങളും ആശയങ്ങളും പൊതുജനങ്ങളിൽ നിന്നും സ്വരൂപിക്കുന്നതിനും സിറ്റിസൺസ് റെസ്പോൺസ് പ്രോഗ്രാം എന്നൊരു പദ്ധതി ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഓരോ പ്രദേശത്തിൻ്റെയും വികസന ആവശ്യങ്ങൾ മനസ്സിലാക്കി അവിടങ്ങളിൽ അനുയോജ്യമായ വികസനം എത്തിക്കുന്നതിനും പുതിയ തൊഴിലവസരങ്ങൾ, തൊഴിൽ പദ്ധതികൾ എന്നിവയിൽ ജനകീയ അഭിപ്രായം രൂപീകരിക്കുന്നതിനും ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാ പ്രദേശങ്ങളിലും ആവശ്യകതയ്ക്കനുസരിച്ച് ലഭ്യമായോ എന്ന കാര്യത്തിൽ അഭിപ്രായം തേടുന്നതിനുമായി ഈ പദ്ധതി വളരെ സഹായകരമാണ്. നവകേരള സൃഷ്ടിക്ക് കരുത്തു പകരുന്ന ഈ പദ്ധതിയോട് പൊതുസമൂഹമാകെ നല്ല നിലയിൽ സഹകരിക്കണം. നമ്മുടെ നാടിൻ്റെ ഐക്യവും വികസനവും കുതിപ്പും തകർക്കുവാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ കേരളം കൂടുതൽ കരുത്തോടുകൂടി നിലകൊള്ളും. തടസ്സങ്ങൾ പലതും ഉണ്ടാകുമെങ്കിലും അചഞ്ചലമായ ഇച്ഛാശക്തിയോടുകൂടി വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിൽ ഊന്നുന്ന നവകേരള നിർമ്മിതിക്കായി നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ജാതിക്കും മതത്തിനും അപ്പുറം മനുഷ്യൻ എന്ന നിലയിലും ഒരുമയോടുകൂടി പുതിയ വർഷത്തിലേക്ക് നമുക്ക് നീങ്ങാം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.